ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഇനേർഷ്യ എന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇനേർഷ്യ എന്ന ടോപ്പിക് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. ഇനേർഷ്യ, ജഡത്വം. നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒന്നുകൂടെ പരിചയപ്പെടാം. അത് നമുക്കൊരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. ഒരു വസ്തുവിനെ നമുക്ക് കൺസിഡർ ചെയ്യാണ്. ഈ ബോഡി റെസ്റ്റിലാണ്, അതായത് ഇത് മോഷനൊന്നുമില്ല, മൂവ്മെൻ്റ് ഒന്നുമില്ല, നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്, റെസ്റ്റ് പൊസിഷനിലാണ് അത് ഇരിക്കുന്നത്. ഇതിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ പുറത്തു നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കാതെ സ്വന്തമായി അതിൻ്റെ ഈ റെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനെയോ മാറ്റാനായിട്ട് കഴിയുകയില്ല. ഫോർ എക്സാമ്പിൾ, ഇതൊരു ബോളാണ്. ഈ ബോൾ ഇപ്പോൾ റെസ്റ്റ് സ്റ്റേറ്റിലാണ്. ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ ബോൾ ഏത് അവസ്ഥയിൽ തന്നെ തുടരും? റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ തുടരും. ആ ഒരു റെസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ ഇത് തുടരും, അല്ലേ? ഇനി നമുക്ക് തിരിച്ചു പറയാം. ഇനി ബോൾ മൂവിങ് ആണെന്ന് കരുതുക. മൂവിങ് ആണെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കാത്തിടത്തോളം കാലം എന്ത് തന്നെയായിരിക്കും? ഈ ബോൾ മൂവിങ് തന്നെ ആയിരിക്കും. നമ്മൾ എപ്പോഴാണോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത്, ആ സമയത്തായിരിക്കും ഈ മൂവിങ് ബോൾ എന്ത് ചെയ്യുന്നത്? ഒരു റെസ്റ്റ് പൊസിഷനിലോട്ട് എത്തുന്നത്. അതായത് സ്വന്തമായിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെയോ മാറ്റാനായിട്ട് ഒരു വസ്തുവിന് സ്വന്തമായിട്ട് കഴിവില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് റെസ്റ്റ് പൊസിഷനിൽ തന്നെ തുടരും. ഇനി ഈ ബോഡി മൂവിങ് ആണെങ്കിൽ അവിടെയും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് ഏത് സ്റ്റേറ്റിൽ തന്നെ തുടരും? മോഷൻ എന്ന സ്റ്റേറ്റിൽ തന്നെ തുടരും. അപ്പോൾ സ്വന്തമായി അതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ കഴിവില്ല. ഒരു വസ്തുവിന് സ്വന്തമായി സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ കഴിവില്ല. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനേർഷ്യയുടെ ഒരു ഡെഫിനിഷൻ പോലെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഇനേർഷ്യ എന്താണെന്ന് പറയാം. ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. അതായത് ഇതൊരു ബോഡിയുടെ ഒരു കഴിവില്ലായ്മയാണല്ലേ. അത് റെസ്റ്റ് സ്റ്റേറ്റിലാണ് ആ ബോഡിയെങ്കിൽ ആ റെസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ തുടരുവാനായിട്ട് ശ്രമിക്കും. ഇനി മോഷനിലാണെങ്കിൽ അത് മോഷനിൽ തന്നെ തുടരുവാനായിട്ട് ശ്രമിക്കും. അല്ലാതെ അതിൻ്റെ ഒരു സ്റ്റേറ്റിനെ, റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ മാറ്റി മോഷനിലാക്കാനോ മോഷൻ സ്റ്റേറ്റിനെ മാറ്റി റെസ്റ്റിലോട്ടാക്കാനോ ഒരു ബോഡിക്ക് തനിയെ കഴിയില്ല. പക്ഷേ എപ്പോൾ കഴിയും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വരികയാണെങ്കിൽ പറ്റും. പക്ഷേ തനിയെ ഒരു ബോഡിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? റെസ്റ്റിൽ നിന്നും മോഷനിലോട്ടാവാനോ മോഷനിൽ നിന്നും റെസ്റ്റ് പൊസിഷനിലോട്ട് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാനോ ഒന്നും സ്വയം ഒരു കഴിവില്ല. ആ ഒരു കഴിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. അപ്പോൾ നമുക്ക് അടുത്തത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടും, ലോ ഓഫ് ഇനേർഷ്യ. അപ്പോൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനേർഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഈ ഒരു ലോ വരുന്നതെന്ന് മനസ്സിലാവും. ഇനേർഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒന്നുമില്ല. ഇതേ കോൺസെപ്റ്റ്, ഇനേർഷ്യയുടെ കോൺസെപ്റ്റ് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, അതിനുശേഷം എന്താണെന്നുള്ളത് പറയാം. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത് ഇങ്ങനെയാണ്: എവറി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force acts on it. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഏതൊരു വസ്തുവും ഒന്നുകിൽ റെസ്റ്റ് അവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഏതുവരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ. നമ്മൾ ഇനേർഷ്യ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണല്ലേ. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഇപ്പോൾ ഇവിടെ ഒരു ബോഡി റെസ്റ്റ് ഇരിക്കുന്നത്, നമ്മളൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നത് വരെ അത് ഏത് പൊസിഷനിൽ തന്നെ ഇരിക്കും? റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഇനി ഈ ഒരു ബോഡി മൂവിങ് ആയിട്ടുള്ളൊരു ബോഡി ആയിരുന്നെങ്കിലോ? ഇവിടെ അതുപോലെ തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ ഈ ബോഡി ഏത് സ്റ്റേറ്റിൽ തന്നെ തുടരും? മോഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ തുടരും. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എവറി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഏതൊരു വസ്തു അതിൻ്റെ റെസ്റ്റ് അവസ്ഥയിലോ അല്ലെങ്കിൽ മോഷൻ അവസ്ഥയിലോ തുടരും. ഏതുവരെ? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കുന്നിടം വരെ. ഒരു ഫോഴ്സ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നത് വരെ റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിൽ തന്നെ തുടരും, മൂവ്മെൻറ്റിലായിരിക്കുന്ന വസ്തു മൂവ്മെൻറ്റിൽ തന്നെ തുടരും. ഇനി സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിൽ പോകുന്ന ഒരു വസ്തു അതേ ഡയറക്ഷനിൽ തന്നെ പോകും. അതൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് സ്വയം ഒരു ബോഡിക്ക് പറ്റില്ല. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കോൺസെപ്റ്റും കൂടെ പരിചയപ്പെടാം. മൊമെൻറ്റം, മലയാളത്തിൽ ആക്കം എന്ന് പറയും. മൊമെൻറ്റത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ മൊമെൻറ്റത്തെ ഡിനോട്ട് ചെയ്യുന്നത് പി ആണ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾ വെക്റ്റർ ക്വാണ്ടിറ്റി പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡിനൊപ്പം ഡയറക്ഷൻ കൂടി സൂചിപ്പിക്കേണ്ടി വരുന്ന ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് ഓർമ്മിച്ച് വയ്ക്കുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇനി നമുക്കൊരു 2-3 പോയിന്റ് നമുക്കൊന്ന് ഓർത്ത് വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ് തീരും. ഇനി മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെൻറ്റം വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ വെക്റ്ററിൻ്റെ ആ ഒരു സിമ്പിൾ കൊടുക്കുന്നുണ്ട്, ഒരു ആരോ മാർക്ക് കൊടുക്കുന്നുണ്ട്. പി ഈക്വൽ ടു എം ഇൻറ്റു എം എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസാണ്. ആ ബോഡിയുടെ വെലോസിറ്റിയാണ് വി. വി എന്ന് പറയുന്ന വെലോസിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ വെക്റ്റർ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. ഇത് ഓർത്ത് വയ്ക്കുക, നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്.
അപ്പോൾ മൊമെൻറ്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മാസും വെലോസിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ചെടുക്കാം. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. നമുക്കറിയാം കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് ഒരു ബോഡിയുടെ മാസ് കൂടുതലാണെങ്കിൽ മൊമെൻറ്റത്തിന് എന്ത് സംഭവിക്കുന്നു, അതുപോലെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ മൊമെൻറ്റത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ചരിവുള്ള ഒരു ഒരു സ്ഥലമുണ്ടെന്ന് വെച്ചോ. ഒരു ചരിവുള്ള ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിൽ കൂടെ ഒരു സൈക്കിള് ബ്രേക്കില്ലാതെ വരുന്നു എന്ന് വിചാരിക്കുക. അതുപോലെ ഒരു കാറ് ബ്രേക്കില്ലാതെ വരുന്നു എന്നുള്ളത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈക്കിളിനേക്കാളും മാസ് കൂടുതൽ ഏതിനാണ്? കാറിനാണ് നമുക്കറിയാം. അപ്പോൾ ഇതിന് ഏതിനായിരിക്കും നമുക്ക് നിർത്താനായിട്ട് പറ്റുന്നത്? നമുക്കറിയാം സൈക്കിളിനെയാണ്. കാരണം സൈക്കിളിന് എന്താണ്? മാസ് കുറവാണ് അല്ലേ. അപ്പോൾ കാറിന് മാസ് കൂടുതലായതുകൊണ്ട് മൊമെൻറ്റം കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കാറിന് മാസ് കൂടുതലായതുകൊണ്ട് മൊമെൻറ്റം കൂടുതലാണ്. അപ്പോൾ മാസ് കൂടിയാൽ എന്ത് കൂടുമെന്ന് നമുക്ക് മനസ്സിലായി? മൊമെൻറ്റം കൂടുമെന്ന് മനസ്സിലായി. മൊമെൻറ്റം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു വസ്തുവിൻ്റെ സഞ്ചാരം തുടരുവാൻ വേണ്ട ഒരു കഴിവ്. അതാണ് മൊമെൻറ്റം. ഒരു വസ്തു സഞ്ചാരം തുടരാനുള്ള കഴിവ്. അപ്പോൾ ഇവിടെ മാസ് കുറഞ്ഞ സൈക്കിളിന് നമുക്ക് പെട്ടെന്ന് സഞ്ചാരം നിർത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ കാറിന് മാസ് കൂടുന്നതുകൊണ്ട് അത് സഞ്ചരിക്കാനുള്ള പ്രവണത കൂടുതൽ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മാസ് കൂടിയാൽ മൊമെൻറ്റം കൂടും. ഈ ഇക്വേഷൻ വഴി അത് തന്നെയാണല്ലോ. മാസ് കൂടുകയാണെങ്കിൽ എന്ത് കൂടും? മൊമെൻറ്റം കൂടും. ഇനി വെലോസിറ്റി കൂടിയാൽ മൊമെൻറ്റത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബോളുണ്ട്. ബോളിൻ്റെ മാസ് m ആണെന്ന് വെച്ചോ. അതുപോലെ ഒരു ബുള്ളറ്റും ഉണ്ട്. ഇത് ബുള്ളറ്റാണ്. ഒരു ബുള്ളറ്റും ഉണ്ട്. ബുള്ളറ്റിൻ്റെ മാസും സെയിം മാസ് തന്നെയാണ്. ഈ ബോളിൻ്റെ സെയിം മാസമുള്ള ഒരു ബുള്ളറ്റും ഉണ്ട്. ഈ ബോൾ ഞാനൊന്ന് എറിയാണ്. ഒരു ചെറിയൊരു വെലോസിറ്റിയിൽ എറിയാണ്. ചെറിയൊരു വെലോസിറ്റിയിൽ ഞാൻ എറിഞ്ഞു. ബുള്ളറ്റ് എന്തായിരിക്കും? നമ്മൾ ഫയർ ചെയ്യുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അല്ലേ. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹയർ വെലോസിറ്റിയാണ്. പക്ഷേ ഇവിടെ മാസ് സെയിം ആണ്. പക്ഷേ വ്യത്യാസമുള്ളത് ബുള്ളറ്റിന് വെലോസിറ്റി കൂടുതലാണ്. ഏതിനെയാണ് നമുക്ക് കൂടുതലും പിടിച്ചു നിർത്താൻ കഴിയുന്നത്? ഈ ഒരു ബോളിനെയാണോ അതോ ഈ ബുള്ളറ്റിനെയാണോ? നമുക്കറിയാം ഈ ഒരു ബോളിനെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചു നിർത്താം. എന്നാൽ ബുള്ളറ്റിനെയോ അതിൻ്റെ സഞ്ചാരം നിർത്താൻ നമുക്ക് പറ്റുമോ? കാരണം മൊമെൻറ്റം അതിന് കൂടുതലാണ്. കാരണം എന്താണ്? വെലോസിറ്റി കൂടുതലാണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കൂടിയാൽ എന്തും കൂടും? മൊമെൻറ്റം കൂടും. ഈ റിലേഷൻ അനുസരിച്ച് അങ്ങനെയാണ്. P = m × v. മാസ് കൂടിയാലും മൊമെൻറ്റം കൂടും, വെലോസിറ്റി കൂടിയാലും മൊമെൻറ്റം കൂടും. അപ്പോൾ ഈ 4 പോയിന്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മൊമെൻറ്റത്തിൽ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P ആണ്. എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? P = മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു ബോഡിയുടെ മാസ് കൂടുകയാണെങ്കിൽ അവിടെ മൊമെൻറ്റം P എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി കൂടുകയാണെങ്കിലും മൊമെൻറ്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലോട്ട് വരാം. അപ്പോൾ നമുക്ക് മൊമെൻറ്റം എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് ലോ ഇതാണ് പറയുന്നത്: ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഒന്നുമില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഏതിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഏതിന് പ്രൊപ്പോർഷണൽ ആണ്? നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കും അത്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. ഇതാണ് എന്ത് പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ് നമ്മളൊരു ഫേമസ് ഇക്വേഷൻ F = ma എന്ന് പറയുന്ന ഒരു ഫേമസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എഴുതാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. നമുക്കറിയാം മൊമെൻറ്റത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? P എന്നാണ് മൊമെൻറ്റത്തിന് ഡിനോട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് നമുക്ക് എന്ത് പറയാം? മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് നമുക്ക് dP എന്ന് കൊടുക്കാം അല്ലേ. ഒരു ചെറിയ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? D എന്നും കൂടെ കൊടുക്കാം. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് നമുക്ക് dP എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ വേണ്ടത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. അപ്പോൾ റേറ്റ് വേണമല്ലേ. റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആയി. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് എന്ത്? dP/dt എന്ന് പറയുന്നത്. അത് ഏതിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു dP/dt. നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതി F പ്രൊപ്പോർഷണൽ ടു dP/dt. നമുക്ക് ഇത് വെക്ടർ ആയതുകൊണ്ട് ഒരു വെക്ടർ സൈൻ കൊടുക്കാം. ഫോഴ്സും വെക്ടറാണ്, വെക്ടർ സൈൻ കൊടുക്കാം. ഓക്കെ, നമുക്കറിയാം. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, ഒരു K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് അതുപോലെ എഴുതുന്നു, dP/dt. ഓക്കെ, ഇനി നമുക്ക് ഈ Pയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. Pയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. നമ്മൾ ഇത്തിരി മുന്നേ പഠിച്ചതേ ഉള്ളൂ, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇവിടെ Pക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. F = K × d/dt. Pക്ക് വരെ m × v. ഓക്കെ,
ഇനി നമുക്ക് എഴുതാം എഫ് ഈക്വൽ ടു കെ. ഇവിടെ നമുക്ക് എം എന്ന് പറയുന്ന മാസ് എന്ന് പറയുന്ന ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ പുറത്തെടുക്കാം. എം പുറത്തെടുത്തു. ബാക്കി വരുന്നത് ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ ഡി വി ബൈ ഡി ടി എന്താണെന്നുള്ളത് നോക്കാം. ഡി വി ബൈ ഡി ടി എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത്? എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം. ഡി വി ബൈ ഡി ടിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ആക്സിലറേഷൻ ആണ്. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ 1 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു കെയുടെ വാല്യൂ 1 ആകുമ്പോൾ എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഇവിടെ എഫും എയും വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? വെക്റ്ററിൻ്റെ ആ ഒരു നൊട്ടേഷൻ കൂടെ കൊടുത്തത്. അപ്പോൾ എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഇക്വേഷൻ നമുക്ക് പരിചയമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലോയിൽ നിന്നാണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ് കിട്ടുന്നത്. അത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് പോയത്. അത് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അതിൽ നിന്നുമാണ് നമ്മൾ എവിടെ എത്തിയത്? എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് എത്തിയത്.